ഹരേ കൃഷ്ണ. ശ്രീമദ് ഭഗവത്ഗീത അധ്യാരൂപം അധ്യായം 1 ശ്ലോകം 26, 27. 26-ാമത്തെ ശ്ലോകത്തില് അപ്പോ സേനയോരുഭയോർ മധ്യേ രപ്പം സ്ഥാപയമേച്ചുതാ പറഞ്ഞു അല്ലെ. അങ്ങനെ കൊണ്ടുവന്ന് സ്ഥാപയിത്വാ രഥോത്തമം, രഥം സ്ഥാപിച്ചു കഴിഞ്ഞു. സഞ്ജയൻ ധൃതരാഷ്ട്രക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. ഇവിടെ കൊണ്ടുവന്ന് നിർത്തുമ്പോ എന്ത് കാണണം? കൗരവ സൈന്യത്തില് ആരെല്ലാം ഉണ്ട്, പാണ്ഡവ സൈന്യത്തിൽ ആരെല്ലാം ഉണ്ട് എന്ന് അർജുനൻ കാണുകയാണ്. അപ്പൊ ആ ഒരു കാഴ്ച എന്തായിരുന്നു എന്നുള്ളതാണ് ഈ ക്യാമറയിലൂടെ കാണിക്കുന്നത്. എന്തെല്ലാം കണ്ടു? യുദ്ധരംഗത്തില് രണ്ട് സൈഡിലും ഉള്ള ആളുകൾ, പിതൃതുല്യരെയും പിതാമഹരെയും അതുപോലെ ഗുരുജനങ്ങൾ, മാതുലന്മാർ, പിന്നെ സഹോദരങ്ങള്, അതുപോലെ മക്കൾ, പൗത്രന്മാർ, മക്കളുടെ മക്കൾ അല്ലെ, സുഹൃത്തുക്കൾ, വെൽവിഷേഴ്സ്, ഇനി ഭാര്യാപിതാക്കന്മാർ എന്നിവരെയും അർജുനൻ കണ്ടു. എല്ലാവരുടെയും, എല്ലാ സൈന്യത്തിലുള്ള പല ആളുകൾ, ഇവിടെ ഭാവാർത്ഥത്തിൽ നമുക്ക് പല പല പേരുകൾ പറഞ്ഞു തരുന്നുണ്ട്. പിതൃക്കൾ പിതൃൻ എന്ന് പറയുമ്പോൾ അച്ഛന് തുല്യമായിട്ടുള്ളവര്, അച്ഛന്റെ സ്ഥാനം അലങ്കരിക്കുന്ന അച്ഛന് തുല്യമായിട്ടുള്ള ആളുകളെ പറ്റിയാണ് പിതൃൻ എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ ഇപ്പോ പിതൃ എന്ന് പറയുമ്പോഴത്തേക്ക് പാണ്ഡുവിന്റെ സ്ഥാനത്ത് ആ ഒരു പാണ്ഡുവിന്റെ അതേ സമയത്ത് ഉണ്ടായിരുന്ന ആളുകൾ, പാണ്ഡുവിന്റെ ബ്രദേഴ്സിനെ പോലെ, സ്വന്തം സഹോദരങ്ങളെ പോലെ അദ്ദേഹം കരുതിയിരുന്ന അദ്ദേഹത്തിന്റെ മിത്രങ്ങൾ എല്ലാവരും ഉണ്ടായിരുന്നു. ഇപ്പൊ ഭൂരിശ്രവസ് എന്നുള്ള ഒരു പേര് നമ്മൾ മുമ്പേ പറഞ്ഞിട്ടുണ്ട് അല്ലെ. ഭൂരിശ്രവസ് ഉണ്ടായിരുന്നു. ഭൂരിശ്രവസിനെ പിന്നീട് സാത്വികയാണ് കൊല്ലുന്നത്. അതുപോലെ തന്നെ ഭൂരിശ്രവസിന്റെ അച്ഛൻ സോമദത്തൻ ഉണ്ടായിരുന്നു. മുമ്പൊരു ശ്ലോകങ്ങളിലൊക്കെ ഈ പേരുകളൊക്കെ പറഞ്ഞിരുന്നു അല്ലെ. അപ്പൊ അവരെല്ലാം ഇപ്പോ അന്ന് പറഞ്ഞത് ആരാ? ദുര്യോധനൻ പറഞ്ഞു ഇത്ര ഇത്ര ആളുകളുണ്ട് നമ്മുടെ കൂട്ടത്തില്, അവരുടെ കൂട്ടത്തിൽ ഇത്ര ആളുണ്ട് എന്നെല്ലാം ഒരു ഓരോ ശ്ലോകങ്ങളിലായിട്ട് പറഞ്ഞിരുന്നു. അപ്പൊ ഇവിടെ ഇവരെല്ലാം അർജുനൻ നോക്കി കാണുകയാണ്. സോമദത്തനും ഭൂരിശ്രവസും എന്താണ്? സോമദത്തൻ അച്ഛനാണ്, ഭൂരിശ്രവസ് മകനാണ്. അവരെ രണ്ടുപേരെയും വധിച്ചത് സാത്വികയാണ്. പിന്നെ അതുപോലെ മാതുലാന്റെ സൈഡ് നമ്മൾ കഴിഞ്ഞ ഒരു ദിവസം പറഞ്ഞിരുന്നു. നകുലന്റെയും സഹദേവന്റെയും അമ്മയായ മാദ്രിയുടെ സഹോദരനായ ആരായിരുന്നു? ശല്യര് അല്ലെ. ശല്യരുണ്ടായിരുന്നു. ശല്യര് ആരുടെ സൈഡായിരുന്നു? ദുര്യോധനന്റെ സൈഡിലായിരുന്നു. കൗരവ പക്ഷത്തായിരുന്നു ശല്യര്. പിന്നെ അതുപോലെ തന്നെ പുത്രാൻ എന്ന് പറയുമ്പോ പുത്രന്മാർ എല്ലാവരുടെയും, കൗരവരുടെയും ദുര്യോധനാദികളുടെയും അതുപോലെ യുധിഷ്ഠിരന്റെയും മറ്റുള്ളവരുടെയും ഒക്കെ മക്കളല്ലേ. ഇവിടെ കൗരവ സൈന്യം നോക്കി കാണുന്നത് കൊണ്ട് കൗരവരുടെ പുത്രന്മാർ. ഇപ്പോ ദുര്യോധനന്റെ ഒരു പുത്രന്റെ പേര് ലക്ഷ്മണൻ എന്നാണ്. ഈ ലക്ഷ്മണനെ വധിച്ചത് ആരാണ്? അഭിമന്യു ആണ് വധിക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ള പുത്രന്മാരെ എല്ലാം കാണുകയാണ്. ഇപ്പോ ഇദ്ദേഹം കാണുമ്പോഴേ, ഇപ്പൊ പുത്രനെ കാണുമ്പോഴും ദുര്യോധനന്റെ പുത്രനെയാണ് കാണുന്നതെങ്കിൽ പോലും അദ്ദേഹത്തിന്, അർജുനന് സ്വന്തം പുത്രന്റെ അതേ ഒരു ഫീലാണ് തോന്നുന്നത്. അപ്പൊ അതുകൊണ്ടാണ് ഇവരെ എല്ലാം കാണുമ്പോൾ സ്വജനം ദൃഷ്ടമ സ്വജനം എന്ന് പറയും. എനിക്ക് എന്റെ ആൾക്കാരെ എല്ലാം കണ്ടതിന് ശേഷം ഉള്ള വികാരങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത്, ഗാന്ധീവം കയ്യിൽ നിന്ന് വഴുതി പോകുന്നതൊക്കെ ഇനി നമുക്ക് വരുന്ന ശ്ലോകങ്ങളിലായിട്ട് കാണാനായിട്ട് കഴിയും. ഇപ്പോ ദുര്യോധനൻ നോക്കുമ്പോഴും അല്ലെങ്കിൽ ധൃതരാഷ്ട്രൻ നോക്കുമ്പോഴും എങ്ങനെയായിരുന്നു? മാമക, പാണ്ഡവ, ഞങ്ങളുടേത്, എന്റേത്, അല്ലെങ്കിൽ പാണ്ഡവരുടേത് എന്നുള്ളൊരു വ്യത്യാസം, വേർതിരിവുണ്ടായിരുന്നു. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. അദ്ദേഹം എല്ലാവരെയും ഒരേപോലെയാണ് കാണുന്നത്. ഇവിടെ ഒരിടത്തും പറഞ്ഞിട്ടില്ല അവരുടെ പുത്രന്മാരെന്ന് അല്ലെ. അല്ലെങ്കിൽ കൗരവര് കാണുമ്പോൾ അവിടെ അർജുനന് എന്റെ ആളുകളാണ് എന്ന് കരുതി ശരീരം തളരേണ്ട സീതന്തി മമഗാത്രാണി എന്ന് പറയും. ശരീരം തളരുകയോ വിയർക്കുകയോ ഗാണ്ഡീപം വഴുതി പോവുകയോ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. കാരണം അവർക്കാർക്കും അങ്ങനെയുള്ള ഒരു ഇമോഷൻസ്, അങ്ങനെയുള്ളൊരു തോന്നൽ ഇല്ല. ആർക്കാ? ആ ദുര്യോധനന്റെ സൈഡിലുള്ളവർക്ക് അല്ലെങ്കിൽ ധൃതരാഷ്ട്രക്ക് അങ്ങനെ ഒരു തോന്നലില്ല. ഇവര് മരിച്ചു പോകും. കാരണം അരക്കില്ലത്തിലിട്ട് കൊല്ലാൻ ശ്രമിക്കുകയാണ് ചെയ്തത് അല്ലെ പാണ്ഡവരെ. അപ്പോ ഇവരെ എങ്ങനെയും ഉന്മൂലം നാശം വരുത്തുക എന്നുള്ള ഒരു ചിന്ത മാത്രമാണ് കൗരവർക്കുള്ളത്. പക്ഷേ പാണ്ഡവർക്ക് അല്ലെങ്കിൽ അർജുനന് ഇവിടെ പ്രത്യേകിച്ച് അങ്ങനെ ഒരു ചിന്തയേ ഇല്ല. അപ്പൊ അദ്ദേഹം എല്ലാവരെയും നോക്കി കാണുകയാണ്. ഇനി സഖീം സ്തത പറയുന്നുണ്ട്. സഖീം സ്തത എന്ന് പറയുമ്പോൾ സഹാക്കള്, അവര് സഖാക്കളായിട്ട് ഒരുമിച്ച് ഓടി നടന്ന് കളിച്ചവരാണ് അശ്വത്ഥാമ, അതുപോലെ ജയദ്രഥൻ, ഇവരെല്ലാവരും. ജയദ്രഥൻ പക്ഷെ ദുശ്ശള, ഈ 101 പേര്, കൗരവരിൽ 101 പേരുണ്ട്. അതിൽ 100 ബ്രദേഴ്സും ഒരു സിസ്റ്ററും ഉണ്ട് അല്ലെ. അവസാനം ആ മാംസപിണ്ഡം എല്ലാം കൂടി, നുറുക്കുകളെല്ലാം കൂടി ഇട്ട് ഒരു കുടത്തിൽ വയ്ക്കും. അതെന്തായി വരും? ഒരു പെൺകുട്ടിയായിട്ട് വരുന്നുണ്ട്. അത് ദുശ്ശളയാണ്. ദുശ്ശളയുടെ ഭർത്താവാണ് ജയദ്രഥൻ.
അപ്പൊ ജയദ്രഥനുമായിട്ട് അർജുനന് ഒരു ഇതുണ്ട്. അപ്പൊ അർജുനൻ വനവാസ കാലത്ത് ദ്രൗപദിയെ വിവാഹം കഴിക്കാനായിട്ട് ഒരു ദ്രൗപദിയുടെ സ്വയംവരത്തിന് പോകുന്ന സമയത്ത് അവിടെ ദ്രൗപദിയെ വിവാഹം കഴിക്കാനായിട്ട് ജയദ്രഥനും പല രാജാക്കന്മാർ വന്നിട്ടുണ്ട്. ആ കൂടെ ജയദ്രഥനും ഉണ്ടായിരുന്നു. പക്ഷെ അവസാനം ആ ഒരു മത്സരം, ആ സ്വർണ്ണ മത്സ്യത്തിന്റെ കണ്ണിലേക്ക് അമ്പെയ്യുക എന്നുള്ളൊരു, അതും അതിന്റെ പ്രതിബിംബത്തിൽ നോക്കിക്കൊണ്ട്, വെള്ളത്തിൽ അതിന്റെ പ്രതിബിംബം കാണും, ആ പ്രതിബിംബത്തിൽ നോക്കിക്കൊണ്ട് ആ കറങ്ങിക്കൊണ്ടിരിക്കുന്ന ആ സ്വർണ്ണ മത്സ്യത്തിന്റെ കണ്ണിലേക്ക്, അത് മുകളിലേക്കാണ് അല്ലെ അമ്പെയ്യുക എന്ന ദൗത്യം, അത് വിജയിച്ചത് ആരാണ്? അർജുനനാണ് വിജയിച്ചത്. പിന്നെ അങ്ങനെ അർജുനനാണ് ദ്രൗപദിയെ വിവാഹം കഴിക്കുന്നത്. അപ്പോ ആ സമയത്ത് ജയദ്രഥൻ എല്ലാം ചാളിയനായി പോകും. അപ്പൊ അതിന്റെ ഒരു ശത്രുത ഇപ്പോഴും ജയദ്രഥന്റെ മനസ്സിലുണ്ട്. പക്ഷെ ജയദ്രഥൻ ഇപ്പം ആരുടെ പക്ഷത്തുണ്ട്? അപ്പോ കൗരവരുടെ പക്ഷത്തുണ്ടല്ലേ. പക്ഷെ ജയദ്രഥന് പക്ഷെ ഒരു വരം കിട്ടിയിട്ടുണ്ട്. എന്താന്ന് വെച്ചാല് പാണ്ഡവരെ എല്ലാം തോൽപ്പിക്കാനായിട്ട് ജയദ്രഥന് കഴിയും. പക്ഷെ അതിൽ ഒരാളെ പറ്റില്ല. അതാരാ? അർജുനൻ ഒഴികെയുള്ള പാണ്ഡവരെ അദ്ദേഹത്തിന് യുദ്ധത്തില് തോൽപ്പിക്കാൻ കഴിയും. ഏത് യുദ്ധം വന്നാലും അദ്ദേഹത്തിന് അവരെ എല്ലാം തോൽപ്പിക്കാനായിട്ട് കഴിയും എന്നുള്ള ഒരു വരം അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. അതിന്റെ അഹന്തയിലാണ് ആര് നിൽക്കുന്നത്? ജയദ്രഥൻ നിൽക്കുന്നത്. പക്ഷേ ജയദ്രഥന് വേറൊരു വരം കിട്ടിയിട്ടുണ്ട്. ആരാണ്? ശിവജിയിൽ നിന്നും. അദ്ദേഹത്തിന്റെ തല തറയിലേക്ക് വീണ് കഴിഞ്ഞാൽ അത് ആരാണോ അതിന് കാരണക്കാരനാകുന്നത്, അദ്ദേഹത്തിന്റെ തല 100 പീസായിട്ട് പൊട്ടിത്തെറിക്കും എന്നുള്ള ഒരു വരം ജയദ്രഥന് കിട്ടിയിട്ടുണ്ട്. അപ്പോ എന്തായാലും അർജുനൻ അദ്ദേഹത്തെ കൊല്ലുകയോ അദ്ദേഹത്തിന്റെ തല തറയിലേക്ക് വീഴ്ത്തുകയോ ചെയ്താല് അർജുനന്റെ തല പൊട്ടിത്തെറിക്കും അല്ലെ. അതുകൊണ്ടുള്ള അഹന്ത ആർക്കുണ്ട്? ജയദ്രഥനുണ്ട്. അപ്പോ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇവിടെ ഭഗവാന്റെ സഹായത്താൽ, ഭഗവാൻ എല്ലാം അറിയുന്ന പരമാത്മാവാണ് ഭഗവാൻ അല്ലെ. ഇത് എല്ലാത്തിനെ കുറിച്ച് ഇപ്പൊ നമ്മള് കുറച്ച് ലിമിറ്റഡ് ആയിട്ട് അറിയുന്നവരാ, നമുക്ക് കുറച്ച് കാര്യങ്ങളെ അറിയുള്ളൂ. പക്ഷെ അർജുനനേക്കാളും എത്രയോ വിദഗ്ധമായിട്ട് ഈ കാര്യങ്ങളെല്ലാം അറിയുന്ന ഭഗവാനാണ്. അദ്ദേഹം വേണ്ട നിർദ്ദേശം കൊടുക്കുകയും അതിനനുസരിച്ച് അർജുനൻ കരിഷ്യേ വചനം തവ, താങ്കൾ പറയുന്നത് എന്താണോ അതുപോലെ ഞാൻ ചെയ്തു കൊള്ളാമെന്ന് അവസാനം ഭഗവാനോട് അർജുനൻ പറയുന്നുണ്ട് അല്ലെ. അതുപോലെ ഭഗവാനെ അനുസരിച്ചത് കൊണ്ട്, അദ്ദേഹത്തിന്റെ നിർദ്ദേശങ്ങൾ അതുപോലെ പാലിച്ചത് കൊണ്ട് എന്താണ് സംഭവിച്ചത്? ജയദ്രഥനെ അമ്പെയ്യുന്ന സമയത്ത് ആ തല ചെന്ന് വീഴുന്നത് ദൂരെ ഒരിടത്തിരുന്ന് തപസ് ചെയ്തുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ധ്യാനത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന ജയദ്രഥന്റെ അച്ഛനിലേക്കാണ്. അപ്പൊ പെട്ടെന്ന് അന്ന് മടിയിലേക്ക് എന്തോ സാധനം വീഴുമ്പോൾ അദ്ദേഹം ചാടി എഴുന്നേക്കുന്ന സമയത്ത് ഈ തല തറയിലേക്ക് വീഴുകയും അദ്ദേഹമാണ് അപ്പൊ അതിന് കാരണമായത്. താഴത്ത് വീഴാനായിട്ട് വധിക്കുന്നവനെ എന്ന് പറഞ്ഞിട്ടില്ല, തല താഴെ വീഴുന്നതാണ് കാരണം. അപ്പൊ ഈ തല താഴെ വീഴുമ്പോൾ ജയദ്രഥന്റെ അച്ഛൻ തല പൊട്ടിത്തെറിച്ച് 100 പീസാക്കി അങ്ങനെ മരിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോ ഇവിടെ ധാരാളം പേർ ഇങ്ങനെയുള്ള കുറെ പേര് ഇപ്പൊ ഇതൊക്കെ യുദ്ധത്തിൽ ഇനി നടക്കാൻ പോകുന്ന കാര്യങ്ങളാണ് കുറെയൊക്കെ പറഞ്ഞത് അല്ലെ. അതൊന്നും നമുക്ക് ഇവിടെ പറയുന്നില്ല. മഹാഭാരതത്തിൽ ഇനി കഥകളൊക്കെ പറയുന്നതിലാണുള്ളത്. അപ്പൊ ഇത് ഇങ്ങനെ കുറെ പേരുടെ പേരുകൾ ആരൊക്കെയാണ് ഇവരെയൊക്കെ കാണുന്നു. അപ്പോഴും അർജുനൻ എന്താ, ഇനി ഇവരോടൊന്നും എനിക്ക് യുദ്ധം ചെയ്യാൻ പറ്റില്ല. ജയദ്രഥനെ ഒക്കെ കാണുമ്പോഴും ഇദ്ദേഹത്തിന് അവരോടൊന്നും യാതൊരു വൈരാഗ്യവുമില്ല. അവരോടൊന്നും യുദ്ധം ചെയ്യണമെന്ന് അർജുനന് തോന്നുന്നില്ല. ഇനിയുള്ള അങ്ങോട്ടുള്ള മനസ്ഥിതി എന്താണെന്ന് നമുക്കറിയാം അല്ലെ. അപ്പോ ഇനി ഭഗദത്തൻ എന്ന് പറഞ്ഞിട്ട് ഒരു ആളുണ്ട്. ഭഗദത്തൻ ശരിക്കും പാണ്ഡുവിന്റെ ഫ്രണ്ടാണ്. പിന്നീട് യുധിഷ്ഠിരന്റെയും ഫ്രണ്ടായിരുന്നു. പക്ഷെ ഭഗദത്തനൊക്കെയും കൗരവ സൈന്യത്തിലാണുള്ളത്. അപ്പൊ കൗരവ സൈന്യത്തിൽ ഇങ്ങനെ ധാരാളം പേര്, ഇപ്പൊ ശല്യരുണ്ട്, ഭഗദത്തനുണ്ട്, ഒരുപാട് പേരുണ്ട്. അപ്പൊ ഇവരുടെ എല്ലാവരുടെയും കൗരവ സൈന്യത്തിലുള്ള ഒരു പ്രസൻസ് എന്ന് പറയുന്നത് ദുര്യോധനന്റെ രാഷ്ട്രതന്ത്രജ്ഞത എത്രത്തോളമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. അദ്ദേഹം അത്രയ്ക്കും വലിയൊരു രാഷ്ട്രതന്ത്രജ്ഞനായിരുന്നു. അദ്ദേഹം സ്കിൽഫുൾ ആയിട്ടുള്ള വളരെ കഴിവുള്ള ഒരു വ്യക്തി തന്നെയായിരുന്നു ദുര്യോധനൻ. പക്ഷേ തന്റെ കഴിവുകളെ നല്ല കാര്യത്തിന് വേണ്ടി അദ്ദേഹം വിനിയോഗിച്ചില്ല. ഭഗവാനെ അവിടെ കൂട്ടുനിർത്തിയില്ല എന്നുള്ള, ഭഗവാനിൽ അദ്ദേഹം ശരണം പ്രാപിച്ചില്ല എന്നുള്ള ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു കാര്യമാണ് ഇവിടെ നമുക്ക് അർജുനനെയും ദുര്യോധനെയും താരതമ്യപ്പെടുത്തുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത്. അപ്പോൾ നമ്മളായാലും ഒരുപാട് സ്കില്ലുണ്ടായിരിക്കാം. നമ്മൾ ആ സ്കില്ലിൽ നമുക്ക് ഒരുപാട് ടാലൻസ് ഉണ്ട്, നമുക്ക് ധാരാളം കഴിവുകൾ അല്ലെ, നമുക്ക് ധാരാളം കഴിവുകളുണ്ട്, എബിലിറ്റീസ് ഉണ്ട്. പക്ഷേ ഇതൊക്കെയും കൊണ്ട് അഹങ്കരിച്ച് എനിക്കെല്ലാം നേടാൻ കഴിയും, എനിക്ക് ആരുടെയും സഹായം ആവശ്യമില്ല എന്ന തരത്തിലുള്ള ഒരു ഗുരുത്വവും ഇല്ല, അല്ലെങ്കിൽ ഒരു
ഭഗവാനിൽ ശരണം പ്രാപിക്കുന്നില്ല, ഭഗവാനിൽ ഭക്തിയില്ല, ബഹുമാനമില്ല, ഒന്നുമേ ദുര്യോധനനില്ല. അതുകൊണ്ടുണ്ടാവുന്ന നാശം എന്താണ് എന്നുള്ളത് നമുക്കിവിടെ വരച്ച് കാണിച്ചു തരികയാണ്. അപ്പോ ഇവിടെ അല്ലെങ്കിൽ ഇപ്പോ ഭഗവാൻ തന്നെ അർജുനന് എത്രത്തോളം കഴിവുണ്ട് ഇപ്പൊ ജയദ്രഥനെ വധിക്കണമെങ്കിൽ, അല്ലെ? അത്രയും കഴിവില്ല. അശ്വത്ഥാമാവുണ്ട്. അശ്വത്ഥാമാവ് എന്ന് പറയുന്നത് ദ്രോണരുടെ വീക്ക്നെസ് ആണ്. അപ്പൊ അശ്വത്ഥാമാവിനെ മുൻനിർത്തിക്കൊണ്ട് ശിവന്റെ കാര്യമല്ല പറയുന്നത്, അശ്വത്ഥാമാവ് എന്ന ആന മരിച്ചു എന്നത് വെച്ചിട്ട് ദ്രോണരെ വധിക്കുന്നത്, അല്ലെ? അങ്ങനെയുള്ള ധാരാളം കാര്യങ്ങൾ നമുക്ക് ആരാണ്? ഗുരു നമുക്ക് ഉപദേശിച്ചു തരും. ഭഗവാൻ ഇവിടെ അർജുനന്റെ ഗുരുവാണ്. ഒരു ഗുരുവിനെ സ്വീകരിക്കുന്നത് കൊണ്ട്, ഗുരു പറയുന്ന പാതയിലൂടെ പോകുന്നത് വഴി നമുക്ക് നമ്മുടെ കഴിവുകളെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യാനായിട്ട് കഴിയും എന്നുള്ളത് നമ്മളിവിടെ മനസ്സിലാക്കണം. അപ്പൊ ഗുരു ഇല്ലാന്നുണ്ടെങ്കിൽ സ്വന്തം തീരുമാനമെടുത്താൽ പലയിടത്തും ചിലപ്പോൾ അർജുനനെ പോലെ നമുക്ക് ആ ഒരു ധർമ്മ സങ്കടം നമ്മുടെ ജീവിതത്തിൽ നേരിടാം. അതാണ് നമ്മൾ ഡെയിലി ലൈഫിൽ നമുക്ക് ഭഗവത്ഗീതയിലൂടെ നമ്മൾ പഠിക്കേണ്ട കാര്യങ്ങളല്ല. അതിവിടെ കഥ മാത്രം നോക്കിയല്ല നമ്മൾ പോകേണ്ടത്. കഥയിലൂടെ നമുക്ക് ഇതുപോലെ ധാരാളം കാര്യങ്ങൾ പഠിക്കാനായിട്ടുണ്ട്. ഇപ്പോ അതുപോലെ തന്നെ ഭഗവാനുമായിട്ട് അതുപോലെ നമുക്ക് മനസ്സിലാക്കാം. ശല്യർ എന്ന് പറഞ്ഞാല് മാദ്രിയുടെ സഹോദരനാണ്, അല്ലെ? ഇപ്പോ മാദ്രി മരിച്ചു, നകുലനും സഹദേവനും വേറെ ആരും ഇല്ല, ബന്ധുക്കളില്ല. എന്നിട്ട് തന്നെയും ആര് വരുന്നില്ല? ശല്യര് വരുന്നില്ല. കാരണം എന്താ? ശല്യര് ഈ യുദ്ധത്തിന് വേണ്ടി ഇങ്ങോട്ടേക്ക് വരികയായിരുന്ന സമയത്ത് ദുര്യോധനൻ വഴിയിൽ അങ്ങോട്ട് ചെന്ന് ഉപചാരങ്ങളൊക്കെ അർപ്പിച്ച് അദ്ദേഹത്തിനെ സത്കരിച്ച് അദ്ദേഹത്തെ, അയ്യോ ഇതാരാണ് ഇത്രയുമൊക്കെ എന്നെ സ്നേഹത്തോട് ഉപചരിച്ചത് എന്നൊക്കെ വിചാരിച്ച് അദ്ദേഹം എന്ത് ചെയ്യുന്നു? ആ പക്ഷത്തേക്ക് ആയിപ്പോവുകയാണ് ചെയ്യുന്നത്. ശല്യര് ദുര്യോധന പക്ഷത്തേക്ക് ആയിപ്പോവുകയാണ് ചെയ്യുന്നത്. പിന്നീടാണ് ദുര്യോധനൻ വരുന്നത്. ദുര്യോധനന്റെ ആൾക്കാരാണ് എന്നെ ഇത്രയും ഉപചരിച്ചത് എന്നെല്ലാം പിന്നീടാണ് ശല്യര് മനസ്സിലാക്കുന്നത്. അപ്പോ ഇവിടെ നമുക്ക് മനസ്സിലാക്കാനുള്ളത്, ഈ റിലേഷൻഷിപ്പ് നമ്മുടെ ബന്ധുക്കൾ അല്ലെങ്കിൽ നമ്മുടെ സഖാക്കൾ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കണ്ടു. പലരും പാണ്ഡുവിന്റെയും യുധിഷ്ഠിരന്റെയും ഒക്കെയും സഖാവാണ്, ബന്ധുവാണ്. പക്ഷെ പലരും കൗരവപക്ഷത്താണ്. അപ്പൊ നമ്മുടെയും ബന്ധുക്കളായാലും അല്ലെങ്കിൽ സഹോദരങ്ങളായാലും ആരായാലും ശരി, അവരൊക്കെയും ചിലപ്പോൾ മറുപക്ഷം ചാടിയേക്കാം. നമുക്കൊരു ക്രിട്ടിക്കൽ ഒരു സിറ്റുവേഷൻ വരുന്ന സമയത്ത് നമ്മുടെ ജീവിതത്തിൽ അവരൊക്കെയും മറുപക്ഷം ചാടിയേക്കാം. അവർക്ക് ലഭിക്കുന്ന കംഫോർട്ട് എന്താണോ അതിനനുസരിച്ച് ചിലപ്പോൾ അപ്പുറത്തേക്ക് പോയേക്കാം. പക്ഷേ ഭഗവാൻ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല. ഭഗവാൻ എന്താണ്? സമൂഹം സർവഭൂതേഷു. അതുപോലെ തന്നെ ഭഗവാനോട് ഭക്തിയുള്ളവരാണ് എന്നുണ്ടെങ്കിൽ ഭഗവാൻ അതുപോലെ തന്നെ തന്റെ ഭക്തന്മാരെ എല്ലാം സംരക്ഷിക്കും. ഇതിൽ നമുക്ക് 5.29 പറയുന്നുണ്ട്, ഭുക്താരം യജ്ഞ തപസ്സാം സർവലോക മഹേശ്വരം സുഹൃദം സർവഭൂതാനാം. എല്ലാ ഭൂതങ്ങളുടെയും, അല്ലെ, എല്ലാ ജീവജാലങ്ങളുടെയും, ഭൂതം എന്ന് പറഞ്ഞാൽ സർവഭൂതാനാം, സർവജീവഗണങ്ങളുടെയും സുഹൃത്തായിട്ടുള്ളത് ആരാണ്? ഭഗവാനാണുള്ളത്. ഇനി അതെന്താണ്? ഒരു ജന്മം മാത്രമാണോ? ഒരു ജന്മം മാത്രമല്ല, നമ്മുടെ ശരീരവുമായി ബന്ധപ്പെട്ട് ഇവിടെ പറഞ്ഞിരിക്കുന്ന ആചാര്യൻ, മാതുലാൻ, പിതൃൻ, പൗത്രാൻ, സഖ്യം, ഇതൊക്കെയും എന്താ? ഒരു ജന്മത്തേക്ക് മാത്രമാണ്. പക്ഷെ നമ്മുടെ ഗുരു ആയാലും ശരി, ഭഗവാനായാലും ശരി, നമുക്ക് ജന്മാന്തരമുള്ള ബന്ധങ്ങളാണ് അവരുമായിട്ടുള്ളത്. എങ്ങനെ മനസ്സിലാക്കാം? ഗജേന്ദ്ര മോക്ഷത്തിൽ നമുക്ക് ഗജേന്ദ്രനുണ്ട്, അല്ലെ? എക്സാമ്പിളായിട്ട് നമുക്ക് ഭാഗവതത്തിൽ പറഞ്ഞു തരുന്നുണ്ട്. ഗജേന്ദ്രൻ ഇന്ദ്രദ്യുമ്ന രാജാവായിരുന്നപ്പോൾ ഭഗവാനോട് ഭക്തിയിൽ ചെയ്തതെല്ലാം തന്നെ ഒരു മൃഗമായി മാറിയപ്പോൾ പോലും ഭഗവാൻ തന്റെ കരുണയോടുകൂടി ആ സംസ്കൃത ശ്ലോകങ്ങളൊക്കെ ഉരുവിടാൻ ഒരു ആനയ്ക്ക് എങ്ങനെയാ കഴിയുക, അല്ലെ? മത്താ സ്മൃതിർ ജ്ഞാനം അപോഹനം ച. ഭഗവാൻ അതെല്ലാം കൊടുത്തു. അങ്ങനെ അദ്ദേഹത്തിന് ആ ഗജേന്ദ്രന് മോക്ഷം ലഭിക്കാൻ കാരണമായി. അതിൽ നിന്ന് നമുക്ക് ഭഗവാന്റെ ആ ഒരു എത്രത്തോളം നമുക്ക് ഭഗവാനെ ശരണം പ്രാപിക്കാം, അതും ഒരു ഗുരുവിലൂടെ എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. 27ാമത്തെ ശ്ലോകത്തിൽ എന്താ പറയുന്നത്? താൻ സമീക്ഷ്യസ്യ കൗന്ദേയ ഇങ്ങനെ തനിക്ക് ബന്ധുക്കളായവരെ എല്ലാം കണ്ടപ്പോൾ, കൗന്ദേയൻ ആരാ? പാർത്ഥൻ, അല്ലെ? നമ്മുടെ അർജുനൻ ഇത്രയും എല്ലാവരെയും കണ്ടു കഴിഞ്ഞപ്പോഴ് കരുണാഭരിതനായി തീർന്ന കുന്തിപുത്രൻ പറഞ്ഞു, ഇനി എന്താണ് അദ്ദേഹം പറയാൻ പോകുന്നത് എന്നുള്ളത്. ഇത്രയും പേരെ കണ്ടപ്പോ വിഷീദനായി അദ്ദേഹം, വളരെയധികം വിഷണ്ണനായി. എന്താണ് ചെയ്യേണ്ടതെന്നറിയില്ല. അബ്രവീത്ത് പറഞ്ഞു, ഞാന് എന്താ പറയാൻ പോകുന്നത് എന്നുള്ളത് അർജുനൻ പറയാൻ പോകുന്നത് അടുത്ത ദിവസം നമുക്ക് കാണാം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ദഗ്ധനായി പരിഗണിച്ചിരുന്ന കരന്തരനെ ബോംബെയിൽ സഹായത്തിനായി അയക്കുവാൻ തീരുമാനിച്ചു. ശ്യാമസുന്ദരനെയും അയക്കണമെന്ന് അദ്ദേഹത്തിന് ആഗ്രഹമുണ്ടായിരുന്നു. എന്നാൽ ജോർജ് ഹാരിസൺ സംഭാവന ചെയ്യുന്ന ഒരു വലിയ
ഭൂസ്വത്ത് സംബന്ധിച്ച കാര്യങ്ങൾക്കായി ശ്യാമസുന്ദരൻ ലണ്ടനിലേക്ക് പോയിരിക്കുകയായിരുന്നു. എന്തായാലും ലണ്ടനിലെ ആ ഏർപ്പാട് പൂർത്തിയായാലുടൻ ശ്യാമസുന്ദരൻ ബോംബെയിലേക്ക് പോകണമെന്ന് പ്രഭുപാദർ അദ്ദേഹത്തെ അറിയിച്ചിരുന്നു. പ്രഭുപാദർ സമരത്തിന് സന്നദ്ധനായിരുന്നു. വഞ്ചിക്കപ്പെടുവാൻ അദ്ദേഹം ഒരുക്കമായിരുന്നില്ല. പ്രഭുപാദർ ഇന്ത്യയിലേക്കുള്ള മടക്കയാത്രയിൽ ഹോണോലുലുവിലെ തന്റെ കേന്ദ്രം സന്ദർശിച്ചു. പിന്നീട് ഒക്ടോബർ 11 അദ്ദേഹം ആദ്യമായി മനിലയിലേക്ക് പോയി. അവിടെ ഏതാനും ശിഷ്യന്മാർ അവിടുത്തെ ക്ഷേത്രത്തിലും ഹോട്ടൽ ഇന്റർ കോണ്ടിനെന്റിലും അദ്ദേഹത്തിന്റെ പ്രചാരണ പരിപാടികൾ ഏർപ്പാട് ചെയ്തിരുന്നു. മനിലയിൽ വെച്ച് പ്രഭുപാദർ ജുഹുവിലെ സ്വത്തിന്റെ കാര്യം സശ്രദ്ധം പരിചിന്തിക്കുകയും താൻ അതിൽ വിജയശ്രീ ലാളിതനാകുമെന്ന നിഗമനത്തിലെത്തുകയും ചെയ്തു. ഗിരിരാജൻ എഴുതിയ ഒരു കത്തിൽ അദ്ദേഹം തന്റെ സാരാംശങ്ങൾ അക്കമിട്ട് രേഖപ്പെടുത്തി. നാം വാങ്ങുന്ന വ്യക്തി എന്ന നിലയിൽ എല്ലാ വ്യവസ്ഥകളും പാലിച്ചിട്ടുണ്ട്. 2, ശ്രീ എൻ ഈ വിഷയത്തിൽ മറ്റു ചിലരോടെ പെരുമാറിയതുപോലെ നമ്മെ വഞ്ചിക്കുവാൻ വേണ്ടി മനഃപൂർവ്വം കാലവിളംബം വരുത്തുകയാണ്. 3, എന്നാൽ ഇത്തവണ നമ്മെ ചതിക്കുവാൻ അയാൾക്ക് സാധ്യമല്ല. എന്തുകൊണ്ടെന്നാൽ ഭൂമി നമ്മുടെ കൈവശമാണ്. രാധാകൃഷ്ണ മൂർത്തികൾ അവിടെ പ്രതിഷ്ഠിക്കപ്പെടുകയും ചെയ്യുന്നു. 4, അതുകൊണ്ട് എത്രയും വേഗം കൈമാറ്റ പ്രമാണം നടത്തിത്തരാൻ അയാളെ നിർബന്ധിക്കുന്നതിന് വേണ്ടി നാം ഉടൻ തന്നെ കോടതിയെ സമീപിക്കണം. 5, കോടതിയിൽ വ്യവഹാരം ദീർഘകാലത്തേക്ക് തുടർന്നു പോയാൽ തന്നെ അവിടുത്തെ പ്രവർത്തനം അവർക്ക് നിർത്തിവെക്കാൻ സാധ്യമല്ല. 6, കോടതി വഴിയല്ലാതെ അയാളുമായുള്ള ഏതെങ്കിലും ഒത്തുതീർപ്പിന് നാം തയ്യാറില്ല. 7, എന്നാൽ ഇയാളെ രംഗത്ത് നിന്ന് പുറത്താക്കാൻ മുഴുവൻ തുകയായ 14 ലക്ഷം രൂപ ഉണ്ടാക്കുവാൻ നമുക്ക് കഴിയുമെന്ന് ഞാൻ വിചാരിക്കുന്നു. 8, എന്നാൽ ഒരു കോടതി വഴിയല്ലാതെ അത് ചെയ്യാൻ സാധ്യവുമല്ല. മറിച്ചായാൽ വാങ്ങൽ സംബന്ധിച്ച കരാർ ലംഘിക്കുന്നതിൽ നാം പങ്കുചേരുകയും അതുകൊണ്ട് ഏതെങ്കിലും ഒത്തുതീർപ്പ് നടത്തുന്നതിന് മുമ്പ് നാം കോടതിയിൽ പോവുക തന്നെ വേണം. വൃന്ദാവൻ ഒക്ടോബർ 17, 1972. കാർത്തിക മാസാചരണത്തിനായാണ് ഒക്ടോബർ 16 മുതൽ നവംബർ 14 വരെ പ്രഭുപാദർ വൃന്ദാവനത്തിൽ വന്നത്. രാധാ ദാമോദര ക്ഷേത്രത്തിലെ അങ്കണത്തിൽ രൂപഗോസ്വാമിയുടെ സമാധി സ്ഥലത്ത് രൂപഗോസ്വാമിയുടെ ഗ്രന്ഥമായ ഭക്തി രസാമൃത സിന്ധുവിന് താൻ തന്നെ രചിച്ച വിവർത്തനമായ നെക്ടർ ഓഫ് ഡിവോഷൻ എന്ന ഗ്രന്ഥത്തെ ആസ്പദമാക്കി ദിവസം തോറും പ്രഭാഷണം നടത്താനാണ് പ്രഭുപാദർ പരിപാടി ഇട്ടിരുന്നത്. അദ്ദേഹം തന്റെ പാശ്ചാത്യ പര്യടനത്തിനിടയ്ക്ക് വൃന്ദാവനത്തിൽ നടക്കുന്ന കാർത്തിക മാസത്തിലെ ചടങ്ങുകളിൽ തന്നോടൊപ്പം പങ്കെടുക്കാൻ ഭക്തന്മാരെ ക്ഷണിച്ചിരുന്നു. അതനുസരിച്ച് അമേരിക്കൻ, യൂറോപ്പിൽ, ഇന്ത്യയിൽ നിന്നും ലോകത്തിലെ ഇതര ഭാഗങ്ങളിൽ നിന്നും ഏതാനും ഡസൻ ഭക്തന്മാർ വൃന്ദാവനത്തിൽ എത്തിച്ചേർന്നിരുന്നു. തന്റെ വൃന്ദാവന പ്രൊജക്ട് നടപ്പാക്കുന്നതിൽ അദ്ദേഹം വളരെ തൽപരനായിരുന്നു. അതിനാൽ തിടുക്കത്തിൽ ബോംബെയിലേക്ക് പോകാതെ അവിടുത്തെ പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യാൻ തന്റെ പ്രമുഖ ശിഷ്യന്മാർ ചിലരെ അയച്ചിട്ട് അദ്ദേഹം ആദ്യം ഇവിടേക്ക് വരികയാണ് ചെയ്തത്. ഇപ്പോൾ മറ്റൊരു സ്ഥലത്ത് നടക്കുന്ന യുദ്ധത്തിന് നേതൃത്വം കൊടുക്കുന്ന ഒരു ജനറലിനെ പോലെ അദ്ദേഹം ബോംബെയിലെ തന്റെ ലഫ്റ്റനന്റുമാരിൽ നിന്നുള്ള സന്ദേശത്തിന് വേണ്ടി കാത്തിരുന്നു. അദ്ദേഹം ദാമോദര ക്ഷേത്രത്തിൽ തന്റെ 2 ചെറിയ മുറികളിൽ താമസമാക്കുകയും അദ്ദേഹത്തിന്റെ ശിഷ്യന്മാർ യമുനയുടെ സമീപത്ത് മുമ്പ് ഭരത്പൂർ മഹാരാജാവിന്റെ കൊട്ടാരമായിരുന്ന ഒരു പഴയ കെട്ടിടത്തിൽ താമസിക്കുകയും ചെയ്തു. തമാലകൃഷ്ണ ഗോസ്വാമിയും ശ്യാമസുന്ദരനും കരന്തരനും ബോംബെയിലെത്തി. കാര്യങ്ങൾ കൂടുതൽ വഷളായിട്ടുണ്ടെന്ന വിവരം ഗിരിരാജൻ അവരെ അറിയിച്ചു. ഇസ്കോൺ ജുഹുവിലെ ആ സ്ഥലത്തിനു വേണ്ടി ഒരു വാങ്ങൽ കരാറിൽ ഏർപ്പെട്ടിട്ടുണ്ടെന്ന വിവരം പൊതുജനങ്ങളെ അറിയിച്ചുകൊണ്ടുള്ള വിജ്ഞാപനം പത്രത്തിൽ പ്രസിദ്ധീകരിക്കപ്പെട്ടു. കണ്ടപ്പോൾ ശ്രീ എൻ രോഷാകുലനായി. ഗിരിരാജൻ അദ്ദേഹത്തിന്റെ അടുത്ത് പോയി തൊഴുകൈയോടെ താണു വണങ്ങിയിട്ടും അദ്ദേഹം പ്രസാദിക്കുകയുണ്ടായില്ല. അയാൾ തന്റെ വാഗ്ദാനങ്ങളെല്ലാം ലംഘിക്കുകയും ഭക്തന്മാർ 6 മാസക്കാലത്തിനുള്ളിൽ കൈമാറ്റ പ്രമാണം എഴുതി വാങ്ങിയിട്ടില്ല എന്ന കാരണം പറഞ്ഞ് വിൽപ്പന കരാർ റദ്ദാക്കുകയും ചെയ്തിരുന്നു. രൊക്കം നൽകപ്പെട്ട 1 ലക്ഷം രൂപ തനിക്ക് അടയ്ക്കേണ്ടതാണെന്ന് അവകാശപ്പെട്ടുകൊണ്ട് ഭക്തന്മാർ ഉടൻ തന്നെ ആ സ്ഥലത്ത് നിന്ന് ഒഴിഞ്ഞു കൊടുക്കണമെന്ന് അയാൾ ആവശ്യപ്പെട്ടു. ശ്രീ ഹരേകൃഷ്ണ ഭൂമിയിലേക്കുള്ള ശുദ്ധജല വിതരണം വിച്ഛേദിച്ചിരുന്നു. കുറെ ദിവസങ്ങൾക്ക് ശേഷം ആ സ്ഥലത്തേക്കുള്ള പ്രവേശന ദ്വാരത്തിൽ ഒരു ഗുണ്ട പ്രത്യക്ഷപ്പെടുകയും അതിലേക്ക് കടന്നു പോകുന്ന ഭക്തനെ ഒരു വലിയ വാക്കത്തി കാട്ടി ഭീഷണിപ്പെടുത്തുന്നത് പതിവാക്കുകയും ചെയ്തു. ശ്രീ എന്നിന്റെ ഒരു സ്നേഹിതൻ അമേരിക്കക്കാരനായ ഹരേകൃഷ്ണ ഭക്തന്മാർ അനാശാസ്യ പ്രവർത്തനം നടത്തുന്നതായി ആരോപിച്ചുകൊണ്ട് ഒരു ലേഖ അച്ചടിച്ചിറക്കി
അടുത്തുള്ള പാർല റെയിൽവേ സ്റ്റേഷനിൽ വിതരണം ചെയ്യിച്ചിരുന്നു. ഏതാനും ഭക്തന്മാർ സ്ഥലം വിടുകയും മറ്റുള്ളവർ അതിനാഗ്രഹിക്കുകയും ചെയ്തിരുന്നുവെങ്കിലും അപ്പോഴും 30ഓളം ഭക്തന്മാർ ബോംബെയിൽ ഉണ്ടായിരുന്നു. ആദ്യം ചെയ്യേണ്ടത് ഒരു പുതിയ അഭിഭാഷകനെ കണ്ടെത്തുകയാണെന്ന് പരന്തരൻ അഭിപ്രായപ്പെട്ടു. അയാൾ ബോംബെയിലെ ഏറ്റവും പ്രമുഖനായ നിയമോപദേശക സ്ഥാപനത്തിൽ പോയി ഭൂമി കൈമാറ്റ ഇടപാടുകളിൽ സവിശേഷ വൈദഗ്ധ്യമുള്ള ഒരാളുടെ സേവനം ഏർപ്പാടാക്കി. ആദ്യം പ്രമുഖ ഭക്തന്മാരും അവരുടെ നിയമോപദേഷ്ടാവും കൂടി ശ്രീ എന്നിനെ അയാളുടെ ഓഫീസിൽ പോയി കണ്ടു. ശ്രീ എൻ കടുംപിടുത്തത്തോടു കൂടിയതും സഹകരണ ശൂന്യവുമായ നിലപാടിലായിരുന്നു. ഇസ്കോണിന്റെ വക്കീലാകട്ടെ ഭീഷണി മുഴക്കിക്കൊണ്ടുമിരുന്നു. ഒരു യുദ്ധം അനിവാര്യമാണെന്ന് തോന്നി. തമാലകൃഷ്ണ ഗോസ്വാമിയും കരസുന്ദരനും ഭവാനന്ദനും ശ്യാമസുന്ദരനും പരസ്പരം സംഭാഷണം നടത്തി. കൂടുതൽ സംസാരിക്കും തോറും ജുഹു പദ്ധതി ഒട്ടാകത്തിന് അസാധ്യമാണെന്ന് അവർക്ക് വ്യക്തമായി. ശ്രീ എന്നിന്റെ വിശ്വാസവഞ്ചന ഇല്ലായിരുന്നുവെങ്കിൽ പോലും ആ സ്ഥലത്ത് താമസിക്കുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമായിരുന്നു. ഭക്തന്മാരുടെയും അർച്ചനാമൂർത്തികളുടെയും വാസ സൗകര്യങ്ങൾ തുലവും മോശമായിരുന്നു. മേൽക്കൂര ചോരുകയും സിമന്റ് തറ പൊട്ടിയിളകുകയും ചെയ്തിരുന്നു. എലികളും ഈച്ചകളും പാറ്റകളും കൊതുകുകളും പെരുകി ആ സ്ഥലത്ത് പീഡിപ്പിച്ചിരുന്നു. ഇടയ്ക്കൊക്കെ ഓരോ വിഷപ്പാമ്പുകളും കൂട്ടിനുണ്ടായിരുന്നു. ഭക്തന്മാർക്ക് മുറയ്ക്ക് ഉഷ്ണമേഖല രോഗങ്ങൾ, വിശേഷിച്ചും മലമ്പനിയും മഞ്ഞപ്പിട്ടുകൊണ്ടിരുന്നു. അതിനാൽ ഇസ്കോണിന് പുതിയ അഭിഭാഷകൻ കേസ് കൊടുക്കാൻ തയ്യാറായിരുന്നുവെങ്കിലും ഭക്തന്മാർ അതിനെ മടിച്ചു. താനല്ല, അവരാണ് കുറ്റവാളികളെന്ന് ശ്രീ എൻ പറഞ്ഞിരുന്നു. അവർ ചാരിറ്റി കമ്മീഷണറിൽ നിന്ന് അനുമതി വാങ്ങിയിരുന്നില്ല എന്നും അവർ നിയമവിരുദ്ധമായി തന്റെ ഭൂമി കൈവശപ്പെടുത്തിയിരിക്കുകയാണെന്നും താൻ നഷ്ടപരിഹാരത്തിനായി കേസ് കൊടുക്കുമെന്നും ശ്രീ എൻ അറിയിച്ചു. അയാൾ എന്തോ ഒരു അക്രമ പ്രവർത്തിക്ക് തുനിയുകയാണെന്ന് തോന്നി. പ്രഭുപാദർ ജുഹുവിലെ സങ്കീർണ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ നിയോഗിച്ചിരുന്ന പ്രമുഖന്മാർ എല്ലാ വശങ്ങളും പരിഗണിച്ച ശേഷം ഇസ്കോൺ ആ സ്ഥലം ഉപേക്ഷിക്കണം എന്ന തീരുമാനത്തിലെത്തി. അവർ കൂട്ടായി ശ്രീയിലെ പ്രഭുപാദർക്ക് ഒരു കത്തെഴുതുകയും അത് നേരിട്ട് അദ്ദേഹത്തിനെ കൊടുക്കാൻ ശ്യാമസുന്ദരനെ വൃന്ദാവനത്തിലേക്ക് അയക്കുകയും ചെയ്തു. രാധാ ദാമോദര ക്ഷേത്രത്തിൽ തന്റെ മുറിയിൽ ഇരുന്നുകൊണ്ട് പ്രഭുപാദർ ബോംബെയിൽ നിന്നുള്ള കത്ത് വായിച്ചു. ബഹുശതം നാഴികൾ അകലെ ആണെങ്കിലും അവിടുത്തെ സംഭവങ്ങൾ വൃന്ദാവനത്തിൽ പ്രഭുപാദരുടെ ഹൃദയത്തിൽ ആഘാതമേൽപ്പിച്ചു. അദ്ദേഹം ശ്രീ എൻ ഒപ്പിട്ട കരാറിന്റെ തന്റെ കൈവശമുള്ള കോപ്പി പുറത്തെടുത്തു. അനന്തരം അദ്ദേഹം തന്റെ സെക്രട്ടറിയെ വിളിച്ച് ബോംബെയിലെ തന്റെ പ്രമുഖ ശിഷ്യന്മാർക്കുള്ള ഒരു കത്ത് പറഞ്ഞ് എഴുതിച്ചു. അദ്ദേഹം തന്റെ കത്ത് തുടങ്ങിയത് ഒരു അഭിഭാഷകനെ പോലെ ഓരോ പ്രധാന വാദത്തിനും മറുപടി പറഞ്ഞുകൊണ്ടാണ്. ആ ഭൂമി കൈയൊഴിയണമെന്ന് ആഗ്രഹിക്കുന്നതിന് അദ്ദേഹത്തിന്റെ ശിഷ്യന്മാർ പറഞ്ഞ ഒരു കാരണം ചാരിറ്റി കമ്മീഷണർ അവർക്ക് അനുമതി നിഷേധിച്ചു എന്നുള്ളതായിരുന്നു. അങ്ങനെയാണെങ്കിൽ അവർ കൊടുത്ത പണം മടക്കി വാങ്ങിയിട്ട് ആ ഭൂമി ഉപേക്ഷിക്കുകയാണ് വേണ്ടതെന്നും പ്രഭുപാദർ യുക്തിപൂർവ്വം വാദിച്ചു. എന്നാൽ ചാരിറ്റി കമ്മീഷണറുടെ അനുമതിക്ക് കാലതാമസം ഉണ്ടായി, അല്ലാതെ നിഷേധിക്കുക ഉണ്ടായില്ല എന്നാണ് കാണുന്നത്. ചാരിറ്റി കമ്മീഷണറുടെ അംഗീകാരം വാങ്ങുന്നതിന് 6 മാസത്തെ സമയപരിധിയാണുള്ളതെന്ന് ശ്രീ എൻ പറഞ്ഞിട്ടുണ്ടെങ്കിലും ആദ്യത്തെ കരാറിൽ അത്തരം ഒരു സമയപരിധിയെ പറ്റി പറഞ്ഞിട്ടില്ലെന്ന് പ്രഭുപാദർ ചൂണ്ടിക്കാട്ടി. ആ സ്ഥലം ഉപേക്ഷിക്കുന്നതിന് പ്രഭുപാദരുടെ ആളുകൾ നൽകുന്ന മറ്റൊരു കാരണം ശ്രീ എന്നിന്റെ അഭിപ്രായത്തിൽ ആദ്യത്തെ കരാർ പ്രകാരം 6 മാസത്തിനുള്ളിൽ കൈമാറ്റം പ്രമാണം വാങ്ങുന്നതിൽ അവർ വീഴ്ച വരുത്തി എന്നുള്ളതാണ്. പ്രസക്ത വ്യവസ്ഥ അനുസരിച്ച് 6 മാസത്തിനുള്ളിൽ കരാർ അസാധുവാക്കുക എന്നത് നമ്മുടെ വിവേചനാധികാരമാണ്, വിൽക്കുന്ന ആളിൻ്റെതല്ല എന്ന് പ്രഭുപാദർ മറുപടി നൽകി. എന്നാൽ യഥാർത്ഥ വസ്തുത ആ 6 മാസത്തെ കാലാവധിക്കുള്ളിൽ ശ്രീ എൻ രൊക്കമായി നൽകപ്പെടേണ്ട തുക എന്ന നിലയിലേക്ക് 1 ലക്ഷം രൂപയ്ക്കുള്ള ചെക്ക് കൈപ്പറ്റുകയും തന്മൂലം വിൽപ്പന കരാർ പൂർണ്ണമായും പാലിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട് എന്നതാകുന്നു. അയാൾ കൈമാറ്റം പൂർത്തിയാക്കിയിരിക്കുന്നതായി നാം കണക്കാക്കുന്നു. കരാർ അസാധുവാക്കാൻ നാം ആഗ്രഹിക്കുന്നില്ല. നാം ഉടൻ തന്നെ ഇടപാട് തീർക്കുവാൻ പോകുന്നു, അത്ര തന്നെ. അയാൾ കുതന്ത്രങ്ങൾ പ്രയോഗിച്ച പ്രശ്നങ്ങളിൽ നിന്നൊഴിഞ്ഞു മാറാൻ ശ്രമിക്കുന്നു. അയാൾ നിങ്ങളെ സ്വപ്രഭാവത്തിന് അടിമപ്പെടുത്തിയിരിക്കുന്നു.